ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ഒരുപാട് പേഷ്യൻസിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട പേഷ്യൻസിനെ വരെ എനിക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞ് കൺവിൻസ് ചെയ്യാന്ന് പറയുമ്പോൾ റോങ് സെൻസിൽ എടുക്കണ്ട. ഇപ്പം റോഡിൻ്റെ വലതുവശത്തൂടെ നടക്കണമെന്ന് നമുക്ക് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം ഇടതുവശത്തൂടെ വണ്ടി വരുന്നത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അപകടം ഉണ്ടാവും. ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം റോഡിലോട്ട് ഇറങ്ങി അവരെ കാണിച്ചാൽ മതി ഈ സൈഡിൽ കൂടെ വണ്ടി വരുന്നതെന്ന്. പക്ഷേ ഈ പല്ല് റൂട്ട് കനാൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പല്ല് നഷ്ടപ്പെടും, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദന വരും എന്ന് നമുക്ക് പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാരണം കൂടെയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും എല്ലാ ഫാമിലിയിലുള്ളയും ഒരാൾക്ക് റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചില ആൾക്കാർക്ക് ചെയ്ത റൂട്ട് കനാലിൽ ബിക്കോസ് ഓഫ് സം റീസൺസ് പേഷ്യൻറ്റിന് വീണ്ടും വേദനയോ ബുദ്ധിമുട്ടോ വരികയോ ഭാവിയിൽ ആ പല്ല് എടുത്തു കളയേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പം ഒരു മേജർ ഷെയർ ഓഫ് ആൾക്കാരുടെ ഇടയിലും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു പേടിയാണ്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് മോശമായി പോകുന്നത്? നമ്മളുടെ ആ പല്ലിൻ്റെ ഡിഫിക്കൽട്ടീസ് കാരണവും പല്ലിനകത്ത് കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് റിമൂവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കാൽസിഫൈഡ് കനാൽസ്, കർവ്ഡ് കനാൽസ്, അല്ലെന്നുണ്ടെങ്കിൽ പല്ല് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള പൊസിഷനിൽ നമുക്ക് വായ തുറന്ന് കാണാൻ പറ്റാത്ത പൊസിഷനിൽ ഇരിക്കുന്ന പല്ല്, ഇങ്ങനത്തെ പല്ല് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ പല്ലിനകത്തുള്ള നാഡി പൂർണ്ണമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും സിറ്റുവേഷൻ അത് ഇൻഫെക്ഷൻ്റെ ബാക്കി ഇരിക്കുകയോ, റൂട്ട് കനാൽ ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രുമെൻറ്റ് ഫ്രാക്ചർ, അതൊരു വലിയ ടോപ്പിക്കാണ്, ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഒടിഞ്ഞകത്തിരിക്കുന്ന സമയത്ത് ആ ക്ലീനിങ് പ്രോപ്പർ ആയില്ലെങ്കിലോ അതിനെ നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിലോ നമുക്ക് ഭാവിയിൽ വേദന വരാം. ഇതിൻ്റെ അർത്ഥം എല്ലാ റൂട്ട് കനാലും മോശമാണെന്നല്ല. റൂട്ട് കനാൽ നന്നായി ചെയ്തു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ആ പല്ലിന് ബാക്കി എല്ലാ ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ പല്ല് ജീവിതകാലം മൊത്തം അവിടെ നിൽക്കുന്നുണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കുന്നത്, നത്തിങ് വിൽ റീപ്ലേസ് എ നാച്ചുറൽ ടൂത്ത്. നാച്ചുറൽ ടൂത്തിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനവും, ഈവൻ ഇംപ്ലാന്റ് ആവട്ടെ, ഒരു ക്രൗൺ ആവട്ടെ, ഒരു വെനീർ ആവട്ടെ, നിങ്ങൾ ഇനി ഒരു മാജിക്കൽ ഒബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് ഇത് പല്ലിനെ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഗോഡ് ഗിവൺ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണ് നമ്മളുടെ 32 ടീത്ത്. അത് ഈ പല്ലെന്ന് പറയുന്ന സാധനം എല്ലിൽ നിന്നും മുളച്ച് വന്ന് പുറത്ത് ഒരു ഷോക്ക് അബ്സർവർ, പെരിയോഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ഷോക്ക് അബ്സർവറോട് കൂടിയാണ് അവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ചില ഡോക്ടേഴ്സ് പറയുന്നു ഇംപ്ലാന്റ് ആണ് പല്ലിൻ്റെ ഏറ്റവും നല്ല റീപ്ലേസ്മെൻറ്റ്. പക്ഷേ ഞാനത് പറയാത്തതിൻ്റെ കാര്യം, ഇംപ്ലാന്റിന് പെരിയോഡോണ്ടൽ സ്പേസ് ഇല്ല, ആ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള സ്പേസ് എല്ലിനകത്തില്ല. അതുകൊണ്ട് പല്ല് എന്ന് പറയുന്ന സാധനം ഇൻവാല്യുബിൾ ആണ്.